യൂട്യൂബിലാണെങ്കിലും ടി വിയിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വരുന്ന പരസ്യങ്ങൾ പലപ്പോഴും നമ്മൾക്ക് തലവേദനയാണ്. എന്നാൽ വളരെ ക്രിയേറ്റീവായിട്ട് നിർമ്മിച്ച കുറച്ച് ബ്രാൻഡുകളുടെ പരസ്യങ്ങളെക്കുറിച്ച് നോക്കിയാലോ. സാധാരണയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ബിൽബോർഡ് പരസ്യമായിരുന്നു ഓർഫിയ എന്ന കീടനാശിനി ബ്രാൻഡിന്റേത്. കാരണം ലക്ഷക്കണക്കിന് ചത്ത ഈച്ചകളെ ഉപയോഗിച്ചുള്ള പരസ്യമായിരുന്നു അവരുടേത്. 2013 ഈ പോസ്റ്റർ സ്ഥാപിക്കുന്ന സമയത്ത് ഓർഫിയയുടെ എയറസോൾ ക്യാനിന്റെ ചിത്രം മാത്രമായിരുന്നു ഈ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ബിൽബോർഡ് വലിയൊരു ട്രാപ്പ് ആയിരുന്നു. ബിൽബോർഡ് സ്ഥാപിക്കുന്ന സമയത്ത് പോസ്റ്ററിന്റെ ചില ഭാഗങ്ങളിൽ അവർ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പശ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ബോർഡിലെ ലൈറ്റ് കണ്ടുവന്ന ചെറു പ്രാണികളെല്ലാം പശയിൽ ഒട്ടിപ്പോവുകയും അതിലൂടെ ക്യാനിന്റെ നോസിൽ നിന്ന് ഒരു സ്പ്രേ പാറ്റേൺ രൂപപ്പെടുകയും ചെയ്തു. ഏകദേശം 2 ലക്ഷത്തോളം ഈച്ചകളായിരുന്നു ബിൽബോർഡിലെ ഈ ട്രാപ്പിൽ പെട്ടുപോയത്. എന്തൊക്കെയായാലും ഈ ഒരു ഒറ്റ പരസ്യം കൊണ്ട് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഓർഫിയക്ക് സാധിച്ചു. സാധാരണ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഐസ്ക്രീം. കൊടുന്തണുപ്പുള്ള സ്വീഡനിൽ മെഗ്ഡി അവരുടെ ഐസ്ക്രീം കോണുകൾ ആദ്യമായി അവതരിപ്പിച്ചപ്പോൾ വ്യത്യസ്തമായ ഒരു വഴിയായിരുന്നു അത് വിൽക്കാനായി അവരുപയോഗിച്ചത്. മെഗ്ഡി അവരുടെ കടയ്ക്ക് പുറത്ത് വലിയൊരു പ്ലാസ്റ്റിക് കോൺ സ്ഥാപിക്കുകയും കൊടുന്തണുപ്പുള്ള സ്വീഡനിൽ മഞ്ഞ് പെയ്ത് കടയ്ക്ക് പുറത്ത് വെച്ച പ്ലാസ്റ്റിക് കോൺ നിറഞ്ഞ് ഒരു ഐസ്ക്രീം രൂപത്തിൽ ആവുകയും ചെയ്തു. ഈ ഒരു രസകരമായ പരസ്യത്തിലൂടെ സ്വീഡനിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ മെഗ്ഡിക്ക് സാധിച്ചു. ലോകത്ത് ഒരു സമയം വരെ വളരെയധികം പോപ്പുലർ ആയിരുന്ന ഒരു ടൂത്ത് പേസ്റ്റ് ബ്രാൻഡാണ് കോൾഗേറ്റ്. 2009 ദന്ത സംരക്ഷണത്തിന്റെ ഭാഗമായി നടന്ന ഒരു പൊതു പരിപാടിയിൽ അവിടെ വന്നിരുന്ന ജനങ്ങൾക്ക് കോൾഗേറ്റ് കമ്പനി ഫ്രീ ആയിട്ട് ഐസ്ക്രീമുകളും ലോലിപോപ്പുകളും വിതരണം ചെയ്തു. മധുരം നല്ലതല്ല എന്ന് പലപ്പോഴും അവരുടെ പരസ്യങ്ങളിൽ കോൾഗേറ്റ് പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കമ്പനി ഒരു പൊതുപരിപാടിയിൽ മധുരം വിതരണം ചെയ്തത് പലർക്കും വിശ്വസിക്കാനായില്ല. എന്നാൽ അതിലൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ അകത്ത് തടി കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ ടൂത്ത് ബ്രഷ് ആയിരുന്നു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായത്. അതിൽ തന്നെ ഡോണ്ട് ഫോർഗെറ്റ് എന്നൊരു വാക്യവും അവർ നൽകിയിട്ടുണ്ടായിരുന്നു. മധുരം കഴിച്ചു കഴിഞ്ഞാൽ കോൾഗേറ്റ് ഉപയോഗിച്ച് പല്ല് തേക്കാൻ മറക്കരുത് എന്നായിരുന്നു കമ്പനി ഉദ്ദേശിച്ചത്. ബ്രാം സ്റ്റോക്കർ എഴുതിയ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ് ഡ്രാക്കുള. 2020 BBC ഡ്രാക്കുള സീരീസിന്റെ ഭാഗമായി ഒരു ബിൽബോർഡ് പരസ്യം സ്ഥാപിച്ചു. പകൽ സമയത്ത് കുറച്ച് തടിക്കഷ്ണങ്ങൾ അടിച്ചിരിക്കുന്ന സാധാരണ ഒരു ബിൽബോർഡാണിത്. എന്നാൽ രാത്രിയാകുന്നതോടെ ബിൽബോർഡിന് സൈഡിലുള്ള ലൈറ്റ് തെളിയുകയും അതിലൂടെ പോസ്റ്ററിൽ ഒരു വാമ്പയറിന്റെ രൂപം തെളിഞ്ഞു വരികയും ചെയ്യും. ഈ ഒരു പരസ്യത്തിലൂടെ സീരീസ് ഹിറ്റായോ എന്നറിയത്തില്ല. എന്നാൽ പരസ്യം സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ബ്രിട്ടീഷ് പത്രമായ ദ എക്കണോമിസ്റ്റ് അവതരിപ്പിച്ച ഒരു പരസ്യമാണിത്. ഈ വലിയ ബൾബിൽ അടങ്ങിയിരിക്കുന്ന മോഷൻ സെൻസറുകൾ അടുത്തൂടെ ആരെങ്കിലും നടന്നുപോയാൽ ബൾബ് തെളിയിക്കാൻ സഹായിക്കുന്നു. ഈ ഒരു പരസ്യം കൊണ്ട് എക്കണോമിസ്റ്റ് പത്രം നല്ല ജേർണലിസത്തിനെയും ഐഡിയാസിനെയുമാണ് ലക്ഷ്യം വെക്കുന്നത് എന്നാണ് അവരുദ്ദേശിച്ചത്. ലോക പ്രശസ്ത ഇലക്ട്രോണിക് ബ്രാൻഡായ പാനസോണിക്കിന്റെ നോസെയർ ട്രിമ്മറിന്റെ പരസ്യമാണിത്. ഒറ്റ നോട്ടത്തിൽ ഒരു സാധാരണ ഔട്ട്ഡോർ ബിൽബോർഡ് പരസ്യം പോലെ തോന്നുമെങ്കിലും ഇതിലൊരു പ്രത്യേകതയുണ്ട്. റോഡരികിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ലൈനുകൾ ബിൽബോർഡിലെ വ്യക്തിയുടെ മൂക്കിലൂടെ കടത്തിവിട്ടാണ് ഇവിടെ മൂക്കിലെ രോമമാക്കി മാറ്റിയത്. ഗറില്ല മാർക്കറ്റിംഗ് എന്നാണ് പുറത്തുള്ള വസ്തുക്കളെ പരസ്യത്തിന്റെ ഭാഗമാക്കി മാറ്റുന്ന രീതിയെ പറയുന്ന പേര്. ചുരുക്കത്തിൽ പരസ്യങ്ങൾ എങ്ങനെ വിരസതയില്ലാതെ ആളുകളിലേക്ക് എത്തിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പാനസോണിക്കിന്റെ ഈ നോസെയർ ട്രിമ്മറിന്റെ പരസ്യം. പോൺസ് കമ്പനിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിൽബോർഡ് പരസ്യമാണ് ചിത്രത്തിൽ കാണുന്നത്. പരസ്യത്തിൽ മുഖം മറച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രം കാണാം. ഇതിലൂടെ കമ്പനി ഉദ്ദേശിക്കുന്നത് പോൺസിന്റെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ മുഖക്കുരു മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും അതുകൊണ്ട് തന്നെ ഇനിയാരും മുഖമറച്ച് നടക്കേണ്ട ആവശ്യമില്ല എന്നുമാണ് കമ്പനി ഇതിലൂടെ കൺവേ ചെയ്യുന്നത്. അമേരിക്കയിലെ ജലവിതരണ കമ്പനിയായ ഡെൻവർ വാട്ടറിന്റെ 2006 സ്ഥാപിച്ച ബിൽബോർഡ് പരസ്യമാണിത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുക എന്ന ബിൽബോർഡിലെ വാക്യം യഥാർത്ഥത്തിൽ വെള്ളത്തിനെ കുറിച്ചാണെങ്കിൽ പോലും അതിനോട് 100% നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് കമ്പനി ഈ ബിൽബോർഡും നിർമ്മിച്ചിട്ടുള്ളത്. അവർക്ക് ആവശ്യമുള്ള സ്ഥലം മാത്രം ഉപയോഗിച്ച് ബാക്കി ഭാഗം വെറുതെ ഇട്ടിരിക്കുന്നു. വെള്ളം പോലുള്ള വിഭവങ്ങൾ വെറുതെ പാഴാക്കി കളയരുത് എന്ന ആശയത്തെ ശക്തമായി ദൃശ്യവൽക്കരിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലറായ ഹോം അപ്ലയൻസ് നിർമ്മാണ കമ്പനിയാണ് പ്രസ്റ്റീജ്. ഏതൊരു ബ്രാൻഡിന്റെയും നോൺ സ്റ്റിക് പാനുകളുടെ പ്രധാന പ്രശ്നമാണ് അതിന്റെ ഹാൻഡിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുക എന്നത്. എന്നാൽ പ്രസ്റ്റീജിന്റെ ഹാൻഡിൽ വളരെ സ്ട്രോങ് ആണ്, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകത്തില്ല എന്ന അർത്ഥത്തിലാണ് വലിയൊരു ബോർഡിനെ പാൻ ഹാൻഡിൽ താങ്ങി നിർത്തുന്ന രീതിയിൽ 2007 ഈ പരസ്യം സ്ഥാപിക്കുന്നത്. എന്തൊക്കെ ക്രിയേറ്റിവിറ്റി ആണല്ലേ. പരസ്യങ്ങൾ ഒരു കമ്പനിയുടെയോ പ്രോഡക്റ്റിന്റെ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, സമൂഹത്തിന് ആവശ്യമുള്ള നല്ല സന്ദേശങ്ങൾ നൽകാനും
പരസ്യങ്ങൾ ഉപയോഗിക്കാം. അത്തരത്തിൽ 2009 മുംബൈയിലെ ക്യാൻസർ രോഗികളുടെ ഒരു കൂട്ടായ്മ ചെയ്തൊരു പരസ്യമാണ് ചിത്രത്തിൽ കാണുന്നത്. ഈ ഒരു പരസ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മുംബൈയിലുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലെ സ്മോക്കിംഗ് ഏരിയയുടെ സീലിംഗിലാണ് ഈ ഒരു പരസ്യം പതിപ്പിച്ചത്. അതുമാത്രമല്ല, പുകവലിക്കുന്നവർ താഴെ നിന്ന് സീലിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്വന്തം കല്ലറയിൽ കിടന്ന് പുകവലിക്കുന്നത് പോലെയായിരിക്കും അവർക്ക് തോന്നുക. ഒരു വാക്കുപോലും മിണ്ടാതെ, ഒരു അക്ഷരം പോലും എഴുതാതെ ലഹരി ഉപയോഗം മരണത്തിലേക്ക് നയിക്കുമെന്നൊരു ആശയം വളരെ സിമ്പിൾ ആയിട്ട് നൽകിയിരിക്കുന്നു. ഈ പറഞ്ഞതിൽ ഏത് പരസ്യമാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.